ഞാനിപ്പോൾ എപ്പോഴും ചോറും കറികളും മാത്രം ഉണ്ടാക്കി കാണിച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒരു അല്പം മധുരത്തിൻ്റെ റെസിപ്പി ഇടാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പഴവും ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ്. ഇപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഈ പുഡിങ് ഇഷ്ടപ്പെടും. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ മെയിനായിട്ട് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 മുട്ടയുടെ മഞ്ഞ, വെള്ള വേണ്ട കേട്ടോ. പിന്നെ 3/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് പഞ്ചസാരയും 3-4 റോബസ്റ്റ പഴം. ബിസ്ക്കറ്റ് ഞാനിപ്പോൾ ഈ ഒരു ക്രീമില്ലാത്ത ബിസ്ക്കറ്റ് അതിലേക്ക് എടുക്കുന്നത്, കുറച്ച് ഫ്ലേവർ ഉള്ളത് ഒരു 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ അളവിൽ. ആദ്യം നമുക്ക് മൈദ ഒന്ന് കലക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം പാലിൽ. അതിന് വേണ്ടിയിട്ട് മൈദയിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. മൈദ നമ്മളൊരു 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് 250 ml കപ്പിൽ. അപ്പോൾ നിങ്ങൾ മൈദപ്പൊടി എടുക്കുമ്പോൾ 3/4 കപ്പിൽ കൂടുതലായിട്ട് എടുക്കണ്ട, ഒരു ഇച്ചിരി കുറഞ്ഞാലും കൂടുതലായി പോകണ്ട കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്നെസ് വരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇപ്പം നമ്മൾ മൈദപ്പൊടിയിൽ കുറച്ച് പാലൊഴിച്ചെല്ലാം കട്ടയൊക്കെ ഉടത്തി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, പൊടിക്കാത്ത പഞ്ചസാരയാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പും, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, 4 മുട്ടയുടെ മഞ്ഞയാണ്, വെള്ള ചേർക്കണ്ട. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് ബാക്കിയുള്ള ഈ പാലും കൂടെ ഒഴിച്ചു. നമ്മൾ 1 ലിറ്റർ പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അടുപ്പിൽ വെച്ച് നല്ല കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ, ഈ എഗ്ഗിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കിയിട്ട് നമ്മൾ ചെറിയ തീയിലിട്ട് തന്നെ കുറുക്കിയെടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. കൂടുതൽ തീയിട്ടാൽ പിന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അതുവരെ ഒന്ന് കുറച്ച് ചൂടാറി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പുഡിങ് ബൗളെടുത്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം താഴെയായിട്ട്. ഇനി അതിൻ്റെ മേലെയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന റോബസ്റ്റ പഴം ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു 10-12 ആൾക്കാർക്ക് കഴിക്കാനുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഈ ചെറിയ ചൂടോടുകൂടി തന്നെ ഈ കുറുക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കണം, പകുതി ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു ലെയറും കൂടി ഇതിൻ്റെ മേലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയായിട്ട് കഴിക്കാം, ഒരു ലെയറായിട്ട്. ഇപ്പോൾ ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചും കൂടെ തിക്നെസ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കസ്റ്റാർഡും കൂടെ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മേലൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ പാകത്തിന് ഉറച്ച് വരും കേട്ടോ. എന്നാൽ ഒരുപാട് മുറിച്ചെടുക്കുന്ന ടൈപ്പ് പുഡിങ് അല്ലത്, ശരിക്കും ഇതൊരു ക്രീമി ടെക്സ്ചറായിട്ടുള്ള പുഡിങ്ങാണ്. മുൻപൊക്കെ ആളുകൾ ഉണ്ടാക്കിയിരുന്ന പുഡിങ്ങാട്ടോ. ചൈന ഗ്രാസും ജെലറ്റിനും ഒന്നും ഉപയോഗിക്കാതെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. പിന്നെ മേലെ ഞാൻ കുറച്ച് ബദാം ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ച് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറായിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കുന്നുണ്ട്, ചെറിയൊരു തണുപ്പ് കിട്ടാൻ. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഇത് അല്ലാതെ തന്നെ കഴിക്കാനും നല്ലതാട്ടോ. ചിലവർക്കിത് അധികം തണുപ്പൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ എടുത്ത് കഴിക്കാം. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് എടുത്തതാണ്. ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതിന് പകരം പൈനാപ്പിളോ അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ടും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് പൈനാപ്പിളും കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടൊരു പുഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇനി പുതിയൊരു റെസിപ്പിയും കൊണ്ട് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.